നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യരൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകരൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യരൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകരൻ യേശുവാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം. നീ എൻ്റെ എല്ലാമാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം. നീ എൻ്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസ്യ ലേഖനത്തിൻ്റെ താക്കോൽ വാക്ക് നടക്കുക എന്നുള്ളതാണ്. നിങ്ങളെങ്ങനെയാണ് നടന്നിരുന്നത്? നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാൽഗതിക്കൊത്തതുപോലെ നടന്നവരാണ്. നിങ്ങൾ പിശാചിൻ്റെ ഇഷ്ടപ്രകാരം നടന്നവരാണ്. നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾക്കൊത്തതുപോലെ നടന്നവരാണ്. ലോകത്തിനും സാത്താനും ജഡത്തിനും യോജിച്ച് നിങ്ങൾ നടന്നവരാണ്. ഇനി നിങ്ങളെങ്ങനെ നടക്കരുത്? നിങ്ങൾ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് ജാതികൾ നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ
നിങ്ങളിനി നടക്കരുത്. എന്നാൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് നടക്കേണ്ടത്? നാം അതാണ് ചിന്തിച്ചു വരുന്നത്. ഇനി നാം എങ്ങനെയാണ് നടക്കേണ്ടത്? വി മസ്റ്റ് വാക്ക് ഇൻ യൂണിറ്റി. നാം ഐക്യത്തിൽ നടക്കണം. വി മസ്റ്റ് വാക്ക് ഇൻ പ്യൂരിറ്റി. നാം വിശുദ്ധിയിൽ നടക്കണം. വി മസ്റ്റ് വാക്ക് ഇൻ ഹാർമണി. നാം ഏകോപനത്തോടെ പൂർണ്ണ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നാം നടക്കണം. വി മസ്റ്റ് വാക്ക് ഇൻ വിക്ടറി. നാം വിജയികളായി നടക്കണം. നാം ജേതാക്കളായി നടക്കണം. നാം ജയമെടുത്തവരായി നടക്കണം. ദൈവത്തിന് സ്തോത്രം. നാം എങ്ങനെയാണ് ഐക്യത്തിൽ നടക്കുക? വി മസ്റ്റ് വാക്ക് ഇൻ യൂണിറ്റി. വാക്ക് ഇൻ യൂണിറ്റി. ഐക്യത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത്? അതാണ് നാം ആദ്യം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ കാണുന്നു. ആ വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ചു കേൾക്കാം. കർത്തൃസേവ നിമിത്തം ബന്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും അന്യോന്യം ക്ഷമിക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് നാം യൂണിറ്റിയിൽ ഐക്യത്തിൽ നടക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഐക്യത്തിൽ എങ്ങനെ നടക്കണം? 1, നാം പൂർണ്ണ വിനയത്തോടെ നടക്കണം. മീക്ക്നെസ്, വിനയം. മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. വീക്ക്നെസ് അല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്മ അത് ബലഹീനതയല്ല. ഒരാൾ താഴ്മ ജീവിതത്തിൽ അവലംബിക്കുന്നുവെങ്കിൽ അത് ബലഹീനതയായി കാണരുത്. കഴിവില്ലാത്തത് കൊണ്ടല്ല താഴ്മയുള്ളവനായിരിക്കുന്നത്. പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല താഴ്മയുള്ളവനായിരിക്കുന്നത്. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. സൗമ്യത എന്നുള്ളത്, താഴ്മ എന്നുള്ളത് അത് വീക്ക്നെസ് അല്ല, അത് ബലഹീനതയല്ല. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. പിന്നെ എന്താണ്? അത് ബലത്തിൻ്റെ അടയാളമാണ്. കഴിവുള്ളവൻ അവൻ എളിമയോടെ നിൽക്കുവാൻ തക്കവണ്ണം സ്വഭാവത്തിൽ താഴ്മയുള്ളവരായി തീരുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. ദൈവത്തിന് സ്തോത്രം. ശക്തനായവൻ ഏറ്റവും വിനയവും സൗമ്യതയും അവലംബിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി. അതാണ് ശക്തിയുടെ അടയാളം. അതാണ് കഴിവിൻ്റെ അടയാളം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എളിമയുള്ളവരായിരിക്കണം. എല്ലാ രംഗത്തും താഴ്മയുള്ളവരായിരിക്കണം. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഞാൻ മറ്റുള്ളവരെല്ലാം കാണണം. മറ്റാരുടെയും കുറവുകൾ ഞാൻ കാണരുത്. മറ്റാരുടെയും തെറ്റുകൾ ഞാൻ കാണരുത്. ഞാൻ കാണുമ്പോൾ മറ്റുള്ളവരുടെ നന്മ മാത്രം കാണണം. മറ്റുള്ളവരുടെ നന്മകൾ എടുത്തെടുത്ത് കാണാൻ എനിക്ക് കഴിയണം. ഞാൻ കാണുമ്പോൾ എൻ്റെ തിന്മകൾ മാത്രം ഞാൻ കാണണം. എൻ്റെ നന്മകൾ കാണരുത്. എൻ്റെ നന്മകൾ ഞാൻ കാണുന്നത് എൻ്റെ അഹന്തയാണ്. എൻ്റെ നന്മകൾ ഞാൻ കാണുന്നത് എൻ്റെ ആത്മപ്രശംസയാണ്. എനിക്ക് ഇന്നിന്ന നന്മകൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് ആത്മപ്രശംസ മാത്രമല്ല, അത് ഒരു അവകാശവാദവുമാണ്. എനിക്ക് ഉള്ളൊരു ക്ലെയിമാണത്, ഒരു അവകാശവാദമാണ്. അതെൻ്റെ സ്വയം ന്യായീകരണമാണ്, സ്വയം നീതീകരണമാണ്. ഇതെല്ലാം പാപമാണ് താനും. മറ്റുള്ളവരുടെ തിന്മ ഞാൻ കാണുന്നത് അത് ഞാൻ വിധിക്കുന്നതാണ്. ആരെയും വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ആരുടെയും തിന്മ കാണാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ എനിക്കൊരു കാര്യം കാണാം, മറ്റുള്ളവരുടെ നന്മകൾ എനിക്ക് കാണാം. അങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ എന്ന വചനം നിവൃത്തിയാകുന്നത്. ചിന്തിക്കൂ, ഞാൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നുണ്ടോ? ആരെയെങ്കിലും ഞാൻ തരം താഴ്ത്തി കാണുന്നുണ്ടോ? സ്നേഹിതരെ, ഞാൻ പറയട്ടെ, പല കുടുംബങ്ങളിലും ഭർത്താവ് ഭാര്യയെ തരം താഴ്ത്തി കാണുന്നു. എനിക്ക് പറ്റിയ ഭാര്യയായില്ല, എൻ്റെ വിദ്യാഭ്യാസത്തിനൊത്ത ഭാര്യയായില്ല, എൻ്റെ ധനസമൃദ്ധിക്കൊത്ത ഭാര്യയായില്ല, അവൾ കൊണ്ടുവരേണ്ടത് കൊണ്ടുവന്നില്ല, അവളുടെ സ്വത്ത് പോരാതായിപ്പോയി, അവളുടെ സൗന്ദര്യം പോരാതായിപ്പോയി, അവളുടെ വിദ്യാഭ്യാസം പോരാതായിപ്പോയി, അവളുടെ കഴിവ് പോരാതായിപ്പോയി. ഇങ്ങനെ ഭാര്യയെ തരം താഴ്ത്തി കാണുന്നത് കുടുംബത്തിൻ്റെ ഐക്യത്തിന് തടസ്സമാണ്. ദൈവമക്കൾക്ക് ചേർന്നതല്ല. അതുപോലെ തിരിച്ചും ഭർത്താവ് എനിക്ക് ചേർന്ന ഭർത്താവായില്ല, എനിക്ക് യോജിച്ച സ്വഭാവമായില്ല, എനിക്ക് ചേർന്ന സൗന്ദര്യമായില്ല, എനിക്ക് ചേർന്നതായ വിദ്യാഭ്യാസ യോഗ്യതയായില്ല, കുടുംബമഹിമ എൻ്റെ ഭർത്താവിനില്ല,
ഭർത്താവിന് എൻ്റെ അത്രയും കഴിവില്ല, തരം താഴ്ത്തി കാണുന്നു. ആ കുടുംബത്തിൽ ഐക്യം വരികയില്ല, ആ കുടുംബത്തിൽ ഐശ്വര്യവും വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത്. എനിക്ക് എന്തോരം ആലോചനകൾക്ക് വന്നതായിരുന്നു കല്യാണം ആലോചിക്കുന്ന സമയത്ത്, എന്തോരം ആലോചനകൾ വന്നു. അതെല്ലാം വിട്ട് അവസാനം എനിക്ക് നിന്നെയാണ് കല്യാണം കഴിക്കാനിടയായത്. എൻ്റെ കഷ്ടകാലം. ഒരിക്കലും ചിന്തിക്കരുത്, അങ്ങനെ പറയരുത്. ഭാര്യയും ചിന്തിക്കരുത്, എനിക്ക് എത്ര നല്ല നല്ല ആലോചനകളൊക്കെ വന്നതാണ്, അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ് ഇത് ഞാൻ കഴിക്കേണ്ടി വന്നു. എൻ്റെ കഷ്ടകാലം. ഒരിക്കലും ചിന്തിക്കരുത്, ഒരിക്കലും പറയരുത്, ഒരിക്കലും തോന്നരുത്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും വലിയ ഹാനിയായിത്തീരുന്നു. മാത്രമല്ല, ഭൗതിക ജീവിതത്തിൽ പോലും നിങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങളിൽ ഈ എളിമ കിട്ടുന്നില്ല വ്യക്തികൾക്ക്. ഭാര്യയ്ക്ക് എളിമ കിട്ടുന്നില്ല, ഭർത്താവിന് എളിമ കിട്ടുന്നില്ല, അപ്പന് എളിമ കിട്ടുന്നില്ല, മക്കൾക്ക് എളിമ കിട്ടുന്നില്ല, അമ്മയ്ക്ക് എളിമ കിട്ടുന്നില്ല, മരുമകൾക്ക് എളിമ കിട്ടുന്നില്ല. എളിമ കിട്ടുക. ഒരു സത്യവിശ്വാസിക്ക് അവനൊരിക്കലും അഹങ്കാരം വരികയില്ല, അവൻ അഭിമാനിക്കാനൊന്നുമില്ല. അവനെപ്പോഴും സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കും. സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ലജ്ജിക്കാനല്ലേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കൂ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ സ്വന്തം സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ലജ്ജിക്കാനല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ സ്വഭാവത്തിലേക്ക് ഞാൻ പ്രകടമായ പാപത്തിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ പ്രവണതകൾ ഞാൻ കാണുന്നു. പാപം ചെയ്തിട്ടില്ല, ഭാഗ്യവശാൽ പാപം പറയുന്നില്ല, വാക്കിൽ വരുന്നില്ല, ചിന്തയിലും വരുന്നില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന എൻ്റെ ഈഗോ എത്ര ഭയാനകമാണെന്ന്. എൻ്റെ രക്തത്തിൽ ലയിച്ചു നിൽക്കുന്ന ഈഗോ, സ്വയം, ഞാൻ എന്ന ഒരു ചിന്ത, എൻ്റെ സെൽഫ്, എൻ്റെ ഈഗോ, എൻ്റെ ഞാൻ, അത് വളരെ ഭയാനകമാണ്. ആ ഈഗോ തകരാതെ യേശുക്രിസ്തുവിനെ എന്നിൽ പ്രസാദിക്കാൻ സാധിക്കുകയില്ല. ഞാനിത് നല്ലതുപോലെ അറിയുന്നു. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്കെല്ലാം ഇല്ലേ ഒരു ഈഗോ ഇല്ലേ? ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇന്ന കുറവുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉടനെ നിങ്ങൾക്ക് പുകച്ചിലോ ഒരു നീറ്റലോ വരുന്നു. അത് ക്രമേണ ഒരു ഇഷ്ടക്കുറവോ മുഷിച്ചിലോ ആയി മാറുന്നു. ആ പറഞ്ഞ ആളോട് ഇഷ്ടക്കുറവ് വരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തനി പാപ സ്വഭാവം ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു പാപവും ചെയ്യാത്തപ്പോൾ പോലും പാപത്തിൻ്റെ ആ നേച്ചർ, ആ പ്രകൃതി നിങ്ങളിൽ ഉണ്ടായെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ എന്നും തല താണിരിക്കും. എന്നും തല താണിരിക്കും. എന്നും വിനയം നിങ്ങളെ തല താഴ്ത്തുന്നവരാക്കി തീർത്തിരിക്കും. ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പൈതൽ എപ്പോഴും ദൈവസനിൽ കടന്നു ചെല്ലുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും, സ്വന്തം സ്വഭാവത്തിലേക്ക് നോക്കും. എൻ്റെ സ്വഭാവത്തിലുള്ളതായ അഹങ്കാരം, എൻ്റെ സ്വഭാവത്തിലുള്ളതായ ഞാൻ എന്ന ഭാവം, എൻ്റെ സ്വഭാവത്തിലുള്ളതായ കടുംപിടുത്തങ്ങൾ, ദുശാഠ്യങ്ങൾ, എൻ്റെ സ്വഭാവത്തിലുള്ളതായ കോപപ്രവണതകൾ, കോപിക്കാത്തപ്പോൾ പോലും, കോപിച്ച് മിണ്ടാത്തപ്പോൾ പോലും, കോപം മുഖത്ത് കാണിക്കാത്തപ്പോൾ പോലും ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന കോപത്തിൻ്റെ പ്രവണതകൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായിട്ട് നോക്കുന്ന ഒരാൾ, ഇത് മനസ്സിലാക്കുന്നയാൾ എന്നും താണു നിൽക്കും. അപ്പോൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണും. ദൈവത്തിന് സ്തോത്രം. ഐക്യം ലഭിക്കണമെങ്കിൽ, യൂണിറ്റി കിട്ടണമെങ്കിൽ, ദൈവത്തോട് നടക്കണമെങ്കിൽ നാം ഇത് ജീവിതത്തിൽ അനുവർത്തിച്ചേ പറ്റൂ, ജീവിതത്തിൽ അവലംബിച്ചേ പറ്റൂ. എങ്കിലേ നമുക്ക് സാധിക്കൂ. ഈ വിനയം നമ്മുടെ ജീവിതത്തിൽ വരണം, പൂർണ്ണ വിനയം. നാം മീക്ക് ആൻഡ് മോഡസ്റ്റ്, നാം വിനയമുള്ളവരും താഴ്മയുള്ളവരുമായിട്ട് നാം ഇരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പൂർണ്ണമായി വിനയം. രണ്ട്, സൗമ്യത. സൗമ്യതയോടെ നാം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലുള്ള സൗമ്യത, വെറുതെ പുറമേ ഭാവിച്ചുള്ള അഭിനയമല്ല, കപടമായ അഭിനയങ്ങളല്ല, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഉറന്നു വരുന്നതായ സൗമ്യത നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഉപകാരപ്പെടും. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലും കടന്നു ചെല്ലുമ്പോൾ ധൈര്യത്തോടെ ചെന്ന് നിൽക്കാൻ സാധിക്കും. അങ്ങനെ എപ്പോഴും സൗമ്യതയും താഴ്മയും വിനയവും നമ്മുടെ ആഭരണമാക്കുക. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയും, സ്ത്രീകളോട് പറയും, ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് നിങ്ങളുടെ വചനം കൂടാതെ
നിങ്ങളുടെ ജീവിതം കണ്ട് അവരും ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നടപ്പിനാൽ അവരും ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്? അവനെ തന്നെ അലങ്കരിക്കേണ്ടത് പൊന്നണിഞ്ഞല്ല, വലിയ ആടയാഭരണങ്ങൾ അണിഞ്ഞല്ല, ആഡംബരമുള്ള വർണ്ണശബളാഭമായ നല്ല വസ്ത്രങ്ങൾ ധരിച്ചല്ല. പിന്നെ എങ്ങനെയാണോ അലങ്കരിക്കേണ്ടത്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ക്ഷയിക്കാത്ത ആഭരണമായ അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ ക്ഷയിക്കാത്ത ആഭരണം സൗമ്യതയും സാവധാനതയുമാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഭർത്താവായാലും ശരി, ഭാര്യയായാലും ശരി, അപ്പനായാലും ശരി, അമ്മയായാലും ശരി, ഓഫീസിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള ആളായാലും ശരി, ഏറ്റവും താഴ്ന്ന പൊസിഷനിലുള്ള ആളായാലും ശരി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ ശരി, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ആന്തരികമായ ഈ സൗമ്യതയും സാവധാനതയും നിങ്ങൾക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന്. പല രംഗങ്ങളിലും നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഒരു ടെസ്റ്റ് പറയാം, വളരെ ലളിതമായൊരു ടെസ്റ്റ്. നിങ്ങൾക്ക് കൂടെ കോപം വരുന്നുണ്ടോ? കോപം വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരോട് കോപിക്കുന്നോ ആ ആളേക്കാൾ ഞാനാണ് ഉന്നതനെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാവമുണ്ട്. ഭർത്താവ് ഭാര്യയോട് കോപിക്കുന്നെങ്കിൽ ഭാര്യയെ തരം താഴ്ത്തി കാണുന്നു. ഭാര്യ ഭർത്താവിനോട് കോപിക്കുന്നെങ്കിൽ ഭർത്താവിനെ തരം താഴ്ത്തി കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ജോലി സ്ഥലത്ത് ഒരാൾ വേറൊരാൾ കോപിക്കുന്നെങ്കിൽ ആ കോപിക്കുന്നയാൾ മറ്റേയാളെ തരം താഴ്ത്തി കാണുന്നു. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത സ്വഭാവമാണ് ഒരാൾ വേറൊരാളെ തരം താഴ്ത്തി കാണുന്നു. അപ്പനെ തരം താഴ്ത്തി കാണുന്നു. അപ്പനെ ഭയമില്ല, അപ്പനെ ബഹുമാനമില്ല, അപ്പനെ ആദരവില്ല. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. എന്താണ് മക്കളോട് പറയുകയാണ്? മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ, ന്യായമായ കാര്യമാണ്. എന്തിന്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. വാഗ്ദത്തം, നീ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തോടുകൂടി ആദ്യത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിപ്പീൻ, മാതാപിതാക്കളെ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങളിതെല്ലാം പാലിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ എളിമ വരും. അയ്യോ, ഈ ആഭരണം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ എന്നെ തന്നെ അലങ്കരിച്ചിട്ടില്ല. ഇങ്ങനെയല്ലോ പണ്ട് വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്കൊക്കെ കീഴടങ്ങിയിരുന്നു. എങ്ങനെ? സൗമ്യതയും സാവധാനതയും ഈ ആഭരണം ധരിച്ച്. അതുകൊണ്ട് സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. മാതൃകയാണ്. സാറ പുരാതന കാലത്തെ അബ്രഹാം പിതാവിൻ്റെ ഭാര്യയായ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ ഐക്യത്തിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിനയവും സൗമ്യതയും വരണം. ഒന്ന് വിനയം, രണ്ട് സൗമ്യത. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ ദീർഘക്ഷമ. എന്താണ് പറഞ്ഞത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടുകൂടി നടക്കുക. ദീർഘക്ഷമയോടുകൂടി. നാം എടുത്തു ചാടി ഒരു വാക്ക് പറയരുത്, ചാടി പറയരുത്. ഒന്ന് ചിന്തിക്കണം. ഇവിടെ ഞാനിത് പറഞ്ഞേ പറ്റുകയുള്ളൂ. ചിന്തിക്കണം. ഇത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റുകയുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം. എടുത്തു ചാടി ഒരു വാക്ക് പറയരുത്. വീട്ടിലാണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, എവിടെയും ഒന്ന് ചിന്തിക്കുക. ലുക്ക് ബിഫോർ യു ലീപ്പ്. നീ ഒന്ന് കുതിക്കുന്നതിന് മുൻപ് ഒന്ന് നോക്ക്. ലുക്ക് ബിഫോർ യു ലീപ്പ്. നീ ഒന്ന് കുതിക്കുന്നതിന് മുൻപ്, ചാടുന്നതിന് മുൻപ് നീ ഒന്ന് നോക്ക്. ഞാൻ ചാടിയാൽ പറ്റുമോ? ചാടിയാൽ അങ്ങ് എത്തുമോ? ഞാൻ ചാടിയാൽ അവിടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ചെന്ന് ചേരുമോ? ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇത് പലപ്പോഴും ചിന്തിക്കാറില്ല.
നാം നല്ലതുപോലെ ചിന്തിച്ച് വേണം ചെയ്യാൻ. എന്താണ്? ദീർഘക്ഷമ വേണം. ക്ഷമ നമ്മുടെ ആഭരണമാക്കി തീർക്കണം. സൗമ്യതയും സാവധാനതയും ദീർഘക്ഷമയും നമ്മുടെ അലങ്കാരമാക്കി എടുക്കണം. ദീർഘക്ഷമയോട് നടക്കുക. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം, നമുക്ക് പൊറുക്കാൻ സാധിക്കണം. ദൈവത്തോട് നടക്കണമെങ്കിൽ, നോഹ ദൈവത്തോട് നടന്നു, ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവത്തോട് നടക്കണമെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം. ഞാൻ ദീർഘക്ഷമയോട് നടക്കണം, ഞാൻ പൂർണ്ണ വിനയത്തോട് നടക്കണം, ഞാൻ പൂർണ്ണ സൗമ്യതയോട് നടക്കണം. ദൈവത്തിന് സ്തോത്രം. ദീർഘക്ഷമ എല്ലാറ്റിൻ്റെയും മാതൃക നമുക്ക് കുരിശിൽ കാണാം. ദീർഘക്ഷമയുടെയും മാതൃക കുരിശിൽ കാണാം. നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹത്തിൽ നടപ്പീൻ. 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. സ്നേഹത്തിൽ നടപ്പീൻ. ഈ യൂണിറ്റി, വാക്ക് ഇൻ യൂണിറ്റി എന്നുള്ളതിലാണ് ഞാനിതെല്ലാം പറയുന്നത്. 1 സൗമ്യതയോടെ നടപ്പീൻ, 2 താഴ്മയോടെ നടപ്പീൻ, 3 ദീർഘക്ഷമയോടെ നടപ്പീൻ, 4 സ്നേഹത്തിൽ നടപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. എങ്ങനെ? ക്രിസ്തു സ്നേഹിച്ചതുപോലെ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. സ്നേഹത്തിൽ നടപ്പീൻ. പരസ്പര സ്നേഹം. സ്നേഹം എല്ലാം പൊറുക്കും. സ്നേഹം ദീർഘമായി ക്ഷമിക്കും. സ്നേഹം ദയ കാണിക്കും. സ്നേഹം അകൃത്യം കണക്കിടുന്നില്ല. സ്നേഹം അകൃത്യം കണക്കിടുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റായി തോന്നുകയില്ല സ്നേഹമുണ്ടെങ്കിൽ. നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ മക്കളോട് തെറ്റ് ചെയ്താൽ നിങ്ങൾക്കത് വലിയ ഭയങ്കര തെറ്റായിട്ട് തോന്നുകയില്ലല്ലോ. മക്കളോട് സ്നേഹമുണ്ട്. ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ വലിയ ഭയങ്കര കാര്യമായിട്ട് തോന്നുകയില്ലല്ലോ. ഭാര്യയോട് സ്നേഹമുണ്ട്. ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ അവിടെ കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. നിങ്ങളതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. സ്നേഹമുണ്ട്. സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ഉള്ളിൽ വലിയ കരിങ്കല്ല് പോലെ, ഹൃദയം നിറയെ പാറ പോലെ അവിടെ അങ്ങ് ഉയർന്നു നിൽക്കും. ആ ഹൃദയം കല്ലിച്ചിരിക്കും. സ്നേഹമില്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൽ നടപ്പീൻ. വായിക്കാം 5-ാം അധ്യായം 9-ാം വാക്യം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിൽ നടപ്പീൻ. ഹൃദയത്തിൻ്റെ പ്രകാശത്തിൽ നടപ്പീൻ. ഹൃദയത്തിൻ്റെ ബോധത്തിൽ നടപ്പീൻ. നല്ല വെളിവുള്ളവരായി നടപ്പീൻ. നല്ല സുബോധമുള്ളവരായി നടപ്പീൻ. വെളിച്ചത്തിൽ നടപ്പീൻ. ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല. വെളിച്ചത്തിൽ നടപ്പീൻ. കാപട്യം പാടില്ല. വ്യാജം പാടില്ല. പുറമെ വേഷാഭിനയം പാടില്ല. അഭിനയിച്ചുള്ള സ്നേഹമല്ല. അഭിനയിച്ച് കാണിച്ചുള്ള സ്നേഹമല്ല. കാണുമ്പോൾ ചിരിച്ച് നല്ല വർത്തമാനം പറയുന്ന സ്നേഹമല്ല. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം. ഹൃദയത്തിൽ നിറഞ്ഞതായ, ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നതായ സ്നേഹം. ക്ഷമിക്കാനുള്ള മനോഭാവം. അവിടെ പുറമേ കാണിക്കുന്ന കാപട്യ അഭിനയങ്ങളില്ല. എന്താണ് പറഞ്ഞത്? വെളിച്ചത്തിൽ നടപ്പീൻ. വെളിച്ചത്തിലാണ് നടക്കുന്നത്. എങ്ങനെ അറിയാം? വെളിച്ചത്തിൻ്റെ ഫലം എന്താണ്? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിന് ഫലമുണ്ട്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വായിക്കാം. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. തെറ്റ് കാണുമ്പോൾ കൂട്ടാളിയാകരുത്, അതിനെ ശാസിക്കണം. ദൈവത്തിന് സ്തോത്രം. തെറ്റ് കാണുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് അവിടെ പയ്യെ തലോടി വിടുകയല്ല വേണ്ടത്. തെറ്റ് തെറ്റായി തന്നെ കാണണം. ടു കോൾ എ സ്പെയ്ഡ് എന്ന് പറയും. തൂമ്പയെന്ന് തന്നെ വിളിക്കുക. തൂമ്പയെ ഒരു വാക്കത്തി എന്ന് പറഞ്ഞാൽ പറ്റില്ല. തൂമ്പ ഒരു ചെറിയ പേനാക്കത്തിയാണെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ടു കോൾ എ സ്പെയ്ഡ്. ഒരു തൂമ്പയെന്ന് തന്നെ വിളിക്കുക. തെറ്റിനെ തെറ്റായി തന്നെ കാണുക. അവിടെ യാതൊരു മയവും ഉണ്ടാകരുത്. മയം ഉണ്ടായാൽ ആ തെറ്റിന് ഞാൻ പങ്കാളിയായി പോകും. ഞാനവിടെ ലോഹ്യം കാണിച്ചാൽ ആ തെറ്റിന് ഞാൻ പങ്കാളിയായി പോകും. പ്രിയപ്പെട്ടവരെ, തെറ്റിനെ തെറ്റായി തന്നെ കാണിച്ചു കൊടുക്കണം. തെറ്റായി തന്നെ നിശ്ചിതമായി, കർക്കശമായും നിശ്ചിതമായും കൃത്യമായും നാം കാണിച്ചു കൊടുക്കണം. തെറ്റ് തെറ്റായി തന്നെ കാണിച്ചു കൊടുക്കണം. അതാ പറഞ്ഞത്, സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. ദൈവത്തിന് അപ്പോഴോ അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നു. ശാസിക്കുമ്പോൾ തെറ്റ് ബോധം വരും. സൗമ്യമായിട്ട്, വളരെ മാർദ്ദവമായിട്ട്, തെറ്റ് പുറമേ കാണിക്കാതെ വളരെ ഒതുക്കി ഒളിപ്പിച്ചു വെച്ചാൽ സംഭവിക്കുന്നതാണെന്നറിയാമോ? അവിടെ ആ ആൾക്ക് പാവബോധം കിട്ടുകയില്ല. ആ ആൾക്ക് അനുഗ്രഹം കിട്ടുകയില്ല. ആ ആൾക്ക് പ്രയോജനം കിട്ടുകയില്ല. തെറ്റിനെ തെറ്റ് എന്ന് കർക്കശമായും നിശ്ചിതമായും ചൂണ്ടിക്കാണിക്കുക.
ദൈവത്തിന് സ്തോത്രം. അതാണ് സ്നേഹം. സാക്ഷാത് സ്നേഹം അതാണ്. മൂടി വയ്ക്കുന്നത് സ്നേഹമല്ല, വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് സ്നേഹം. വെളിച്ചത്ത് കൊണ്ടുവന്ന് അത് കർക്കശമായി ശാസിക്കുമ്പോൾ ശത്രു ഓടുന്ന് മാറിപ്പോവുകയാണ്. പൈശാചിക ശക്തി അതിൻ്റെ പിന്നിൽ മാറിപ്പോവുകയാണ്. കാപട്യത്തിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്, ഇരുളിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്, ദുഷ്ടപ്രവൃത്തികളിൽ പിന്നിൽ പൈശാചികനുണ്ട്. ആരെങ്കിലും തിന്മ ചെയ്താൽ അതിനെ ശാസിക്കുമ്പോൾ മാത്രമേ ആ തിന്മയിൽ നാം വിട്ടു നിൽക്കുകയുള്ളൂ. അത് ശാസിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തിന്മയില്ലാതിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ അഴുക്കില്ലാതിരിക്കണം. എങ്കിലേ നമുക്ക് ശാസിക്കാൻ പറ്റുകയുള്ളൂ. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ദൈവത്തിന് സ്തോത്രം. വെളിച്ചം പോലെ തെളിഞ്ഞു വരും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഐക്യത്തിൽ നടക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ വരണം. 1 സൗമ്യതയിൽ നടക്കണം, 2 താഴ്മയിൽ നടക്കണം, 3 ദീർഘക്ഷമയിൽ നടക്കണം, 4 സ്നേഹത്തിൽ നടക്കണം, 5 വെളിച്ചത്തിൽ നടക്കണം. കർത്താവിന് സ്തോത്രം. വാക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങളിതെല്ലാം കേട്ടല്ലോ. നിങ്ങൾ ക്രിസ്തുവിനെ മാതൃകയാക്കി പൂർണ്ണ സ്നേഹത്തിൽ, പൂർണ്ണ വിനയത്തിൽ, പൂർണ്ണ സൗമ്യതയിൽ ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ നടപ്പാൻ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കാമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? കർത്താവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാമോ? എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഇരുളിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് ഞാൻ കൂട്ടാളിയായിപ്പോയി. ഇത്രയും കാലം ഇരുളിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഞാൻ പങ്കാളിയായിപ്പോയി. കർത്താവേ, ഇത്രയും കാലം കാപട്യത്തിനും അഹങ്കാരത്തിനും തിന്മയ്ക്കും ദുഷ്ടതയ്ക്കും ക്രൂരതയ്ക്കുമെല്ലാം ഞാനും കൂട്ടാളിയായിപ്പോയി. അതെല്ലാം അഫോർഡ് ചെയ്തു പോയി. കർത്താവേ, ഞാൻ വഹിച്ചുകൊണ്ട് നടന്നു. എൻ്റെ കർത്താവേ, അതെല്ലാം ഞാൻ മറച്ചു പിടിച്ചു. മറ്റുള്ളവരുടെ തിന്മകളെ ഞാൻ മറച്ചു പിടിച്ചു. കർത്താവേ, എൻ്റെ തിന്മയും ഞാൻ മറച്ചു പിടിച്ചു. ഞാൻ കപടഭക്തനായി ഞാൻ ജീവിച്ചു. ഞാൻ വേഷഭക്തിയിൽ ജീവിച്ചു. കർത്താവേ, നീ എന്നോട് കരുണ തോന്നണം. എന്നോട് നീ മനസ്സലിയണം. എൻ്റെ വേഷഭക്തിയുടെ പുറംകുപ്പായം ഊരിക്കളഞ്ഞ് എൻ്റെ തനിനിറം ഇപ്പോൾ ഞാൻ തിരുവൻഭാഗത്ത് തുറന്നു വയ്ക്കുകയാണ്. കർത്താവേ, എൻ്റെ വേഷഭക്തിയുടെ പുറംകുപ്പായങ്ങൾ, എൻ്റെ പൊയ്മുഖങ്ങൾ എല്ലാം വലിച്ചു കയറി കളഞ്ഞുകൊണ്ട് ഞാനിതാ തിരുവൻഭാഗം വന്ന് എന്നെ തന്നെ തുറന്നു വയ്ക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുമുമ്പിൽ വരുമ്പോൾ എനിക്ക് നോക്കാൻ മാതൃകയായി വേറെ ആരുമില്ല. യേശുവേ, നീ മാത്രമാണ് മാതൃക. നിൻ്റെ മാതൃകയ്ക്കൊത്തതുപോലെ എന്നെ നോക്കുമ്പോൾ എനിക്ക് ലജ്ജിക്കാനേ വകയുള്ളൂ. ഞാനൊന്നും ആയിട്ടില്ല. യേശുവേ, നിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ ഞാൻ ഒന്നും ആയിട്ടില്ല. ഞാൻ ഏതുമായിട്ടില്ല. കർത്താവേ, നീ എന്നോട് മനസ്സിലിയണം. എന്നെ നീ ഇപ്പോൾ നിൻ്റെ തൃക്കര നീട്ടും തൊടണം. യേശുവേ, നിൻ്റെ ആണിപ്പാടൽ കരം എൻ്റെ മേൽ വയ്ക്കണം. ഐശ്വര്യം എൻ്റെ ഹൃദയത്തിലേക്ക് തരണം, എൻ്റെ കുടുംബത്തിലേക്ക് തരണം, എൻ്റെ മക്കളിലേക്ക് പകരണം, എൻ്റെ തലമുറയിലേക്ക് പകരണം. കർത്താവേ, ഈ സമൂഹത്തിൽ എൻ്റെ നാഥായി യേശുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവനായി എനിക്ക് ജീവിക്കണം. യേശുവിൻ്റെ സ്വഭാവം എന്നിൽ കൂടി മറ്റുള്ളവർ കാണണം. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയിലേക്ക് കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയിലേക്ക് കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. കർത്താവേ, അവിടുത്തെ വെളിച്ചം എന്നിൽ കൂടി പ്രകാശിപ്പാനിടയാക്കണമേ. എന്നെ തന്നെ ഞാനിതാ കുരിശിൻ ചുവട്ടിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിത് അർപ്പണം ചെയ്യുന്നു. കർത്താവേ, കുരിശിൽ വെളിപ്പെട്ടതായ സ്നേഹത്താൽ ഇപ്പോൾ എന്നെ ജ്വലിപ്പിക്കണമേ. ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കുരിശിലെ സ്നേഹത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കുരിശിലെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കുരിശിലെ സ്നേഹത്താൽ എന്നെ നിയന്ത്രിക്കണമേ. കുരിശിൻ്റെ വഴിയിൽ കൂടി എന്നെ നയിക്കണമേ. ഭാരങ്ങളും ക്ലേശങ്ങളുമുള്ള ഈ ലോക ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിപ്പാൻ നീ എനിക്ക് ഭാഗ്യം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളെ അവിടെ തൊട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തീരുമാനമെടുത്തവരുടെ മേലവിടുത്തെ തൃക്കരം വെച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ എൻ്റെ കരുണയുള്ള കർത്താവ് സന്ദർശിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ, സമാധാനത്തിൽ നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.